ചില വീടുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ ഡോഗുകളൊക്കെ നല്ല ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഡോഗ് ഇതേപോലെ ഹൈപ്പർ ആക്റ്റീവ് ആണോ? ഇവൻ അതിൻ്റെ ഉസ്താദാണ് കേട്ടോ. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഈ കട്ടായം കണ്ടതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ അവനൊന്ന് കൂളൊക്കെ ആക്കി. അന്ന് മസാജൊക്കെ ഒന്ന് കൊടുത്തു. അതിന് ശേഷമാണ് ഗ്രൂമിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ആള് ഗോൾഡൻ റിട്രീവറിൽ ഇനത്തിൽപ്പെട്ട ഡോഗാണ്. അപ്പോൾ ഈ വീഡിയോസുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് കൂടെ കൂടിക്കോട്ടോ. അതിനുശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് അയച്ചു കൊടുക്കും കേട്ടോ. വെച്ചാൽ മഴക്കാലമായാണ്, ഇവരൊക്കെ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യേണ്ട സമയമാണ്. ഇവർ നല്ല രീതിയിൽ തന്നെ മേത്ത് റെഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജടയും നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ഹെയർ ബ്രീഡാണ്. അതുപോലെ തന്നെ അവൻ അത്രയും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. എന്തായാലും നമ്മൾ അത്യാവശ്യം ആ ജടയൊക്കെ റിമൂവ് ചെയ്ത് അവൻ്റെ ഇൻഫെക്ഷനുള്ള ഭാഗത്തൊക്കെ രോമമൊക്കെ നല്ല രീതിയിൽ എടുത്ത് കളഞ്ഞിട്ടോ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് മരുന്ന് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. എന്തായാലും നല്ല രീതിയിൽ തന്നെ അവനെ റിമൂവ് ചെയ്തു നമ്മൾ. അതിനുശേഷം നല്ലൊരു ബാത്തൊക്കെ കൊടുത്തു. ആളൊരു ഗ്രൂമിങ്ങിൻ്റെ സ്ട്രെസ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അവനെ ഒന്ന് കൂളാക്കി ഹാപ്പിയൊക്കെ ആക്കി ഒരു മസാജൊക്കെ കൊടുത്താണ് സെറ്റ് ചെയ്ത് കേട്ടോ. എന്തായാലും അവനെ ഡ്രൈ ഒക്കെ ചെയ്ത് ഓക്കെ ആക്കി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഡോഗ്സിനെയൊക്കെ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യുക കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലം ആയതുകൊണ്ട് ഇങ്ങനെ ഇൻഫെക്ഷൻസും പ്രശ്നങ്ങളൊക്കെ വന്ന് നിങ്ങൾക്ക് ഒരുപാട് മെഡിസിൻസ് ഒക്കെ മേടിച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരും. അപ്പോൾ അതിന് മുന്നേ നമ്മളൊക്കെ ഒന്ന് നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യുവാണെങ്കിൽ ഈ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ടിരിക്കും. ഇവനെ ഡോക്ടറെ കാട്ടി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം മരുന്നും കാര്യങ്ങളൊക്കെ അവന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് മേത്ത് തേക്കുവാനും ഉള്ളി കൊടുക്കുവാനും ഉള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഡോഗിനെ നന്നായിട്ട് കെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഓൾ.